സമാധാനത്തോടെ സന്തോഷത്തോടെ തന്റെ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് കിടന്നുറങ്ങാൻ അല്ലാഹു തന്ന അനുഗ്രഹമാണ് വീടെന്ന് പരിചയപ്പെടുത്തിയ ആ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ പെണ്ണിനെ മാനഭംഗം ചെയ്യപ്പെടുമ്പോ അരുതേ എന്ന് പറയുന്നവർ ചൂട്ട് കത്തിച്ചു കൊടുക്കുന്ന കിരാരമായ വേദനകളുടെ നടുവിൽ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാ. ഇതൊക്കെ ഓരോ വാർത്തകൾ വെളിയിൽ വരുമ്പോ ഇവൻ എങ്ങനെ ആയിരുന്നു എന്ന ആളുകൾ മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, മാറ്റമുണ്ടാകേണ്ടത് പള്ളിക്കുള്ളിൽ മാത്രമല്ല, നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമ്മുടെ പെൺമക്കളെ സുരക്ഷിതമായി വളർത്താൻ കഴിയുന്ന നമ്മുടെ നാല് ചുവരുടെ ഉള്ളിൽ നമ്മുടെ മക്കൾ വളർന്ന് അവരെ സന്മാർഗത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചു പോകുന്ന നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഇസ്മായിൽ പറക്കാൻ കഴിയുന്ന നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഫാത്തിമ വളരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ വീടുകൾ മാറാൻ ഓരോ വീടുകളിൽ നടക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് നാം സഞ്ചരിച്ചു പോകുമ്പോ സ്വന്തം വീടിന്റെ ഉള്ളിൽ പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വമല്ലാത്ത ഇടങ്ങളായി അവനവന്റെ വീടുകൾ മാറുമ്പോ കുറെ കാലങ്ങൾക്ക് മുമ്പ് പെണ്ണാക്രമിക്കപ്പെട്ടത് പാതിരാവിന്റെ നിശബ്ദതയിലാണ്, അവള് നടന്നു പോകുന്ന പാർക്കുകളിലാണ്, വിജനമായ സ്ഥലങ്ങളിൽ വെച്ചാണ്. ആരാരുമില്ലാതെ നടന്നു പോകുന്ന പെണ്ണിനെയാണ് ആക്രമിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുന്നത് അവരുടെ ഗൃഹാന്തരീക്ഷത്തിന്റെ ഉള്ളിലാ. ആ ഗൃഹാന്തരീക്ഷത്തിൽ അവർ ആക്രമിക്കപ്പെടുന്നത് സ്വന്തം പിതാവിനാൽ, സ്വന്തം മുത്തച്ഛനാൽ, സ്വന്തം പിതാവിന്റെ പിതാവിനാൽ, സ്വന്തം മാതാവിന്റെ പിതാവിനാൽ ശരീരത്തിലേക്ക് കാമക്കൂത്തുകൾ നടത്തപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്, ബന്ധുക്കളാൽ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ പെൺകുട്ടികളുടെ കണക്കുകൾ അഭൂതമാർമൂലം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഖുർആനിക പ്രബോധകൻ എന്ന രീതിയിൽ പറയാതിരിക്കാൻ തരമില്ല. തമിഴ്നാടിന് അതിർത്തി നിന്ന് കടന്നു വരുന്ന വാളയാറ് ചുരങ്ങള് 6 മാസത്തിന്റെ ഉള്ളിൽ നൊന്തു പ്രസവിച്ചു മുലയൂട്ടി വളർത്തിയ തന്റെ പൊന്നു പെൺമക്കള് 6ലും 7ലും പഠിക്കുന്ന പെൺകുട്ടികൾ ഒരു ചാൺ കയറില് തൂങ്ങിയാടുമ്പോ കൺമുമ്പിലിരുന്നു കൊണ്ട് തൂങ്ങിയാടി ഉറുമ്പുകൾ അരിച്ചു കറയുന്ന പൊന്നു പെൺമക്കളുടെ മൃതദേഹം അടിത്തട്ടിൽ വരിച്ചിട്ട് എന്റെ മക്കളെ കൊന്നവൻ ആരെന്ന് പരിതപിക്കുന്ന വാളയാറിലെ വീട്ടമ്മയുടെ കവിൽ തടത്തിലൂടെ തടം തല്ലിയാത്തൊടുക്കുന്ന കണ്ണുനീരിന്റെ മുമ്പ് ആ പെൺകുട്ടികളെ തകർത്തെറിഞ്ഞത് അവിടുത്തെ കള്ള് കച്ചവടക്കാരനല്ല, അവിടുത്തെ നൊട്ടോറിയസ് ക്രിമിനലുകളല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചെറിയ ചുമരുകൾക്കുള്ളിൽ പെണ്ണു മുഴുവനും ആക്രമിക്കപ്പെടുമ്പോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ല 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് പോകും അവരവരുടെ വീടിന്റെ ഉള്ളിൽ സുരക്ഷിതത്വം നഷ്ടപ്പെടുമ്പോ സ്വന്തം മകളെയും മകളുടെ മകളെയും നിരന്തരമായി ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കുന്ന മുത്തശ്ശന്റെ കട. 66 വയസ്സുകാരൻ അവന്റെ കാമപ്പേക്കൂത്തുകൾ നടത്തിയത് അവന്റെ സ്വന്തം മകളോട് ശാരീരിക ബന്ധം പുലർത്തുമ്പോ തന്നെ ആ മകളുടെ 2 മക്കളെ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കുന്ന സ്വന്തം മകളെ മലത്തിക്കടത്തി സ്വന്തം പിതാവ് മാനഭംഗം ചെയ്യുമ്പോ അതിന് നിശബ്ദമായി സഹായം ചെയ്തതാരാ? ഒന്നാം മാനഭംഗം ചെയ്യുന്നവന്റെ മകൾ, രണ്ടാമത് അയാളുടെ ഭാര്യ തന്നെ, മുത്തശ്ശി തന്നെ കൊച്ചുമകളെ കൂട്ടിക്കൊടുക്കുന്ന കൂട്ടിക്കൊടുപ്പിന്റെ കഥകൾ വരുന്നത് പഞ്ചനക്ഷത്ര വേശ്യാലയങ്ങളിലല്ല, അത് ബോംബെയിലെ ചുവന്ന തെരുവുകളിലല്ല, ഇത് നടക്കുന്നത് ഏതെങ്കിലും പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ വേശ്യാലയ തെരുവുകളിലല്ല, ചെറിയ ഒരു വീടിന്റെ ഉള്ളിൽ. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. സമാധാനത്തോടെ സന്തോഷത്തോടെ തന്റെ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് കിടന്നുറങ്ങാൻ അല്ലാഹു തന്ന അനുഗ്രഹമാണ് വീടെന്ന് പരിചയപ്പെടുത്തിയ ആ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ പെണ്ണിനെ മാനഭംഗം ചെയ്യപ്പെടുമ്പോ അരുതേ എന്ന് പറയുന്നവർ ചൂട്ട് കത്തിച്ചു കൊടുക്കുന്ന കിരാരമായ വേദനകളുടെ നടുവിൽ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാ. ഇതൊക്കെ ഓരോ വാർത്തകൾ വെളിയിൽ വരുമ്പോ ഇവൻ എങ്ങനെ ആയിരുന്നു എന്ന ആളുകൾ മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, മാറ്റമുണ്ടാകേണ്ടത് പള്ളിക്കുള്ളിൽ മാത്രമല്ല, നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമ്മുടെ പെൺമക്കളെ സുരക്ഷിതമായി വളർത്താൻ കഴിയുന്ന നമ്മുടെ 4 ചുവരുടെ ഉള്ളിൽ നമ്മുടെ മക്കൾ വളർന്ന് അവരെ സന്മാർഗത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചു പോകുന്ന നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഇസ്മായിൽ പറക്കാൻ കഴിയുന്ന നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഫാത്തിമ വളരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ വീടുകൾ മാറാൻ, നമ്മുടെ ഗൃഹാന്തരീക്ഷങ്ങൾ മാറാൻ, നമ്മുടെ വീടുകൾ രൂപാന്തരപ്പെടേണ്ടതുണ്ട്.
നമ്മുടെ വീടുകൾ മാറേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചർച്ച ചെയ്യുന്ന ഈ ഒരു സമകാലീന ലോകത്തിന് മുമ്പ് വളപ്പൊട്ടുകൾ ചിതറിത്തരുന്ന പെണ്ണിന് മുമ്പ് വീട് എന്ന വിഷയത്തെ ഖുർആൻ അങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് ഒരു ഖുർആനിക പ്രബോധന എന്ന രീതിയിൽ ഞാൻ സമർപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ വീടുകളെ നീ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ഭവനമാക്കണേ അല്ലാ. അല്ലാഹു നമ്മുടെ വീടിനെ ഏറ്റവും നല്ല വീടാക്കി അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യന്മാര് ഉള്ളവരാമീൻ പറയും. ഇനി യഥാർത്ഥത്തിൽ ഖുർആൻ വീടിനെ കുറിച്ച് വളരെ വാചാലമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം വീടിന്റെ ഉള്ളിലാണ്, അല്ലാതെ വെളിയിലല്ല. വീടിന്റെ ഉള്ളിൽ ഒരു തലമുറയെ വളർത്തിയെടുക്കേണ്ട വീടിന്റെ ഉള്ളിൽ അധാർമികതയുടെ അസുരന്മാര് വസിക്കുന്നു എന്നതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഓരോ ദിവസവും വാർത്തകൾ കേൾക്കുന്നത് ലോകം ലജ്ജിച്ചു പോകുന്ന വാർത്തകളാണ്. മകളുടെ മകളോട് ലൈംഗിക വൈകൃതം കാണിക്കുന്ന ഈ വൃദ്ധ ജരാനരകൾ ബാധിച്ചിട്ട് പോലും ജരാനരകൾ ബാധിച്ച് പക്വതയിലേക്ക് എത്തുന്ന കാലഘട്ടങ്ങളിൽ പെണ്ണിന്റെ കിളിന്ത ശരീരത്തോട് കാമം തോന്നുന്ന ഒരവസ്ഥയിലേക്ക് ലോകം മാറിപ്പോകുമ്പോ കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാൽ പിന്നെന്താ ചെയ്യുക? സാധാരണ പണ്ട് ആളുകൾ ചോദിക്കും, വാദത്തിന് മരുന്നുണ്ടാക്കുന്നത് കുറുന്തോട്ടിയിൽ നിന്നാണ്. പക്ഷെ കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാൽ പിന്നെ എവിടെ നിന്നാണ് മരുന്നുണ്ടാക്കാൻ കഴിയുക? ആ ഒരവസ്ഥയിൽ കുറുന്തോട്ടിക്ക് വാദം പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊരവസ്ഥയിൽ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ പിന്നെ എന്ത് വെച്ചാ കെട്ടുക? മലയാളത്തിലൊരു ചെറിയ കവിയുണ്ട്, സത്താർ ആദൂർ. അദ്ദേഹത്തിന്റെ ഒരു 3 വരി കവിതയുണ്ട്, വളരെയേറെ പ്രസക്തമാണ് ആ കവിത. മലക്കർത്തി കടത്തി മാനഭംഗം ചെയ്യാൻ തന്നെ മാറിലേക്ക് അമർന്നു വരുന്നവനെ കണ്ടപ്പോ ഇരയാക്കപ്പെട്ട പെൺകുട്ടി ഉറക്ക വിളിച്ചു ഒന്ന് രക്ഷിക്കാൻ, അച്ഛാ എന്ന് ഉറക്ക വിളിച്ചപ്പോൾ വെളിച്ചം കണ്ടപ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സിലായത് തന്നെ ആക്രമിക്കാൻ വരുന്നത് തന്റെ അച്ഛനാണെന്ന്. ഇനി അവൾ ആരെയാണ് വിളിക്കുക? കവിയുടെ വാക്കുകളാണ്. തന്നെ മാനഭംഗം ചെയ്യാൻ വരുന്നവരിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവൾ അച്ഛ എന്ന് വിളിച്ചത്. അപ്പോഴാണ് അവൾ അറിഞ്ഞത് തന്നെ മാനഭംഗം ചെയ്യാൻ വരുന്നത് തന്റെ അച്ഛൻ തന്നെയാണെന്ന്. ഇനി അവൾ ആരോടാണ് ചോദിക്കുക? യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ ഒരു വര അതാണ്. ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ വീടുകളെ നമ്മൾ രൂപാന്തരപ്പെടുത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മുടെ വീടുകളെ നമ്മൾ രൂപാന്തരപ്പെടുത്തേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അത് ചില അപ്രിയ സത്യങ്ങളാവാം. നമ്മൾ സാധാരണ ഒരു വീട് വെക്കാൻ തീരുമാനിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മളൊരു നല്ല സ്ഥലം കണ്ടെത്തും. ആ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കും. ആ പ്ലാനില് നമ്മളും ഭാര്യയും കൂടി ഇരുന്നിട്ട് അവിടെ കിച്ചൺ വേണം, ഇവിടെ സ്റ്റോർ റൂം വേണം, അവിടെ ബെഡ്റൂം വേണം, ഇവിടെ ബാത്റൂം വേണം, ഇവിടെ ബാത്ത് അറ്റാച്ച്ഡ് ആവണം, അവിടെ തൂണ് വേണം, ഇവിടെ പില്ലർ വേണം. ഇങ്ങനെ ധാരാളം പ്ലാനുകളൊക്കെ കൊടുത്തിട്ട് നമ്മൾ വീടുകൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയാണ് സാധാരണ നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ ആ വീടിന് ഏറ്റവും ബലമുണ്ടാവാൻ വേണ്ടിയാണ് അതിന്റെ ബേസ്മെന്റ് നമ്മൾ കെട്ടുക, അല്ലെങ്കിൽ അതിന് നല്ല തൂണുകൾ കൊടുക്കുക. അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണോ അല്ലയോ? അങ്ങനെ നമ്മുടെ നാടുകളിലൊക്കെ ധാരാളം തൂണുകളൊക്കെ വെച്ചിട്ട് വീടുകൾ ഇപ്പൊ വെക്കാറുണ്ട്. ഇപ്പോഴത്തെ വീടുകൾ എന്ന് പറഞ്ഞ പണ്ടത്തെ പോലെയല്ല. പണ്ട് എങ്ങനെയും ഒക്കെ ഒരു ചെറിയ തെങ്ങൊക്കെ മുറിച്ച് കഴിക്കോലൊക്കെ ഉണ്ടാക്കി 2 ഓടൊക്കെ ഇട്ട് എങ്ങനെയും ഒന്ന് കയറിക്കൂടിയാൽ മതി എന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് വീട് എന്നത് നമുക്കെല്ലാവർക്കും, നമ്മൾ മാത്രമല്ല, ഒരാൾ മാത്രമല്ല, നമുക്കെല്ലാവർക്കും കുറച്ചുകൂടി വിശാലമായ ചിന്തകളിലേക്ക് വീടുകൾ മാറിയിട്ടുണ്ട്, വിശാലമായ സൗകര്യങ്ങളിലേക്ക്. ഇവിടെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു ആയത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നന്നായിട്ട് ചിന്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറയും. ഇനി ആ വീട് വെക്കുന്നതിൽ എന്തെങ്കിലും അപാകതകൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ആയത്തിലൂടെ നമ്മൾ അതങ്ങ് തിരുത്തണം. ഇനി ആ ഒരു അപാകത നമുക്ക് വരാൻ പാടില്ല. ഏതായാലും വെച്ചത് ഇടിച്ചു വിളിച്ച് കളയാൻ കഴിയില്ല. എന്നാൽ ഇതൊരു തിരിച്ചറിവായി മാറണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരിക്കുകയും അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ കഥ അള്ളാഹു പറയുന്നുണ്ട്. ആരാണവർ? നന്നായിട്ട് ചിന്തിക്കണം. ആരാണവർ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ്
അല്ലതീ ലം യുഖ്ലഖ് മിഥ്ലുഹാ ഫിൽ ബിലാദ്. അല്ലാഹു ചോദിക്കുകയാണ് നബി, അലം തറ, അങ്ങ് കാണുന്നില്ല നബിയെ? അല്ലാഹുവിന്റെ റസൂൽ ഇത് കണ്ടിട്ടില്ല. ഹബീബായ നബി തങ്ങൾ ജനിക്കുന്നതിന് എത്രയോ കാലം മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തെ ചോദിക്കുകയാണ്. അലം തറ, അങ്ങ് കാണുന്നില്ലയോ നബിയെ? കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദ് ഗോത്രത്തെ അല്ലാഹു എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന്. ആദ് ഗോത്രം എന്ന് പറഞ്ഞാൽ ആരാണ്? ഇറമ. അവര് ഇറമ ഭാഗത്ത് ജീവിച്ചിരുന്ന, ഇന്നത്തെ ഒമാനിന്റെ ഭാഗത്താണ് ഇറമ എന്ന് പറയുന്ന പ്രദേശമുള്ളത്. ആ ഒമാനിന്റെ ഇറമ പ്രദേശത്ത് താമസിച്ചിരുന്ന ആദ് ഗോത്രത്തെ അല്ലാഹു നശിപ്പിച്ച കഥ എങ്ങേക്കറിയില്ല നബിയെ? എങ്ങനെ അല്ലാഹു ആദ് ഗോത്രത്തെ നശിപ്പിച്ചത് എങ്ങനെയാ? കൊന്നത്തെങ്ങുകളെക്കാൾ വലിപ്പമുണ്ടായിരുന്ന അതികായന്മാരായ ജനങ്ങളായിരുന്നു ആദ് ഗോത്രക്കാർ. അവരെ അല്ലാഹു നശിപ്പിച്ചത് എങ്ങനെയെന്നറിയോ? സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വതമാനിയത അയ്യാം. അല്ലാഹു പറയാ, സഹബലയാലിന് 7 രാത്രിയും 8 പകലും നീണ്ടു നിന്ന് പേമാരി തിമിർത്തു പെയ്തപ്പോ, ആ തിമിർത്തു പെയ്ത പേമാരിയിൽ അവരുടെ വീടുകളെ കടപുടകെ തകർന്ന് തരിപ്പണമായി. ആ വലിയ അതികായ ജനതയെ ഞാൻ തകർത്തു കളഞ്ഞു നബിയെ. ആ വലിയൊരു ജനത തങ്ങളുടെ മരുപ്രദേശത്തും മരിച്ചു വീണ് കിടക്കുന്ന ഉപമ പറയുമ്പോ അല്ലാഹു പറയുന്നു നബിയെ, കന്നഹും അജാസു നഖിലിൻ ഹാദിയ ഫഹൽ തറാ ലഹും മിൻ ബഖിയാ. ഭീമാകാരമായ ഈത്തപ്പന മരങ്ങൾ ചുവടോടുകൂടി കടപുടകി വീടുന്നത് പോലെ, വലിയ കൊന്നത്തെന്നുകൾ ചുവടോടുകൂടി കടപുടകി കിടക്കുന്നത് പോലെ അതികായന്മാരായിരുന്ന ആദ് ഗോത്രത്തെ 7 രാത്രിയും 8 പകലും നീണ്ടു നിന്ന് പേമാരി കൊണ്ട് ഞാൻ തകർത്ത് കളഞ്ഞു നബിയെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹു ഇറമ ഗോത്രത്തെ തകർക്കാനുള്ള കാരണമേതാ? ആ ആദ് ഗോത്രത്തെ ഇന്നത്തെ ഒമാനിലെ ഇറമ പ്രദേശത്ത് ജീവിച്ചിരുന്ന, യമനിന്റെ പ്രദേശമായ ഇറമ പ്രദേശത്ത് ജീവിച്ചിരുന്ന ആദ് ഗോത്രത്തെ അല്ലാഹു ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയെന്നറിയോ? ഇറമദാത്തിൽ ഇമാദ്, ഇറമദാത്തിൽ ഇമാദ്. ഈ ഗോത്രക്കാര് ദാത്തു ഇമാദ്, അവര് തൂണുകളുടെ ആളുകളാ. അവര് ധാരാളമായി ദാത്തു ഇമാദ്, അവര് തൂണുകളുടെ ആളുകളായിരുന്നു. എന്ത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നറിയോ? ആവശ്യത്തിനും അനാവശ്യത്തിനും തൂണുകൾ നിർമ്മിച്ചിട്ട് അതിന്റെ മുകളിൽ വീടുകൾ കെട്ടിവെച്ച ധാരാളം തൂണുകൾ വെച്ചിരുന്ന, ഇന്ന് നമ്മുടെ വീടുകൾ നിർമ്മിക്കുമ്പോ എത്രയോ അനാവശ്യമായ തൂണുകളാണ്. പില്ലറിന് വേണ്ട, ആവശ്യത്തിന് വേണ്ട തൂണുകൾക്ക് പുറം ഇന്ന് നമ്മുടെ കേരളത്തിന് തൂണുകളുടെ പില്ലറുകളുടെ ഒരു സംസ്കാരം കടന്നു വരുന്നുണ്ട്. ഒരു വീടിന് തന്നെ അനാവശ്യമായ എത്രയോ തൂണുകളാ. അല്ലാഹു പറയാതാ തൂണുകളിലെ ദൗർബല്യമായി മാറിയ ആ ഒരു സമൂഹത്തെ ഞാൻ തകർത്തു കളഞ്ഞു നബിയെ. ആരാ ഇറമ ഗോത്രം? ആദ് ഗോത്രം എന്തെന്നറിയോ? അല്ലാഹു ധാരാളമായി കുന്തിരിക്കം അവർക്ക് കൊടുത്ത ഒരു സമൂഹമാ. അവരെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടം എന്ന് പറഞ്ഞാൽ കുന്തിരിക്കത്തിന്റെ കച്ചവടമാണ്. ധാരാളമായി തങ്ങളുടെ നാടുകളിൽ കുന്തിരിക്കത്തിന്റെ കച്ചവടം വന്നപ്പോ ആ കച്ചവടം നടത്തിയിട്ടവര് കോടീശ്വരന്മാരായി. അവസാനം അവർക്ക് വലിയ വലിയ വീടുകൾ, തൂണുകൾ, ധാരാളമുള്ള വീടുകൾ വെക്കണമെന്ന് മോഹം വന്നപ്പോ അവരെന്ത് ചെയ്തെന്നറിയോ? ആ നാട്ടിൽ വിശാലമായൊരു പുഴയുണ്ടായിരുന്നു. ആ പുഴയിലെ വെള്ളം അതിലൂടെ നടന്നു പോകുന്ന വഴിയാത്രക്കാർക്ക് അവര് വിലക്ക് വിൽക്കാൻ തുടങ്ങി. കുന്തിരിക്ക കച്ചവടത്തിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് അത്യാഗ്രഹം തീരാറ് അല്ലാഹു കൊടുത്ത പുഴയിലെ വെള്ളത്തെ ഭീമാകാരമായ വീടുകൾ വെക്കാൻ അവരാ വെള്ളത്തെ വഴിപോക്കക്കാർക്ക് വിലക്ക് കൊടുക്കുകയും അതിലൂടെ സമ്പത്തുണ്ടാക്കിയിട്ട് ആ സമ്പത്ത് മുഴുവനും ഭീമാകാരമായ തൂണുകൾ കൊണ്ട് വീടുകൾ സ്ഥാപിച്ചപ്പോ, അങ്ങനെ ചെയ്ത ജനതയെ തൂണുകൾ, ആവശ്യമില്ലാത്ത തൂണുകൾ വാരി കോരി വെച്ചിട്ട് അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത വഴിയിലൂടെ സഞ്ചരിച്ച ജനതയെ 7 രാത്രിയും 8 പകലും നീണ്ടു നിന്ന് പേമാരി കൊണ്ടവരുടെ ഭീമാകാരമായ തൂണുകളുള്ള വീടുകളെ തകർത്തെറിഞ്ഞ് ഞാൻ നശിപ്പിച്ചു കളഞ്ഞെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഗൾഫ് രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഈ നാട്ടിൽ കച്ചവടം ചെയ്ത് കഷ്ടപ്പെടാറ് പൈസ ഉണ്ടാകുമോ? ആ കഷ്ടപ്പെട്ട് നിന്റെ ശരീരത്തിന്റെ അധ്വാനത്തിന്റെ പൈസ മുഴുവനും വെറുതെ തൂണുകൾ വാരി വലിച്ച് നിന്റെ വീടിന് വെച്ചിട്ട് അതിലൂടെ നീ നിന്റെ പൈസ പാടാക്കി കളയരുത്. അങ്ങനെ പാടാക്കി കളഞ്ഞൊരു ജനതയെ ഞാൻ തകർത്ത് കളഞ്ഞെന്നല്ലാന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ വീടുമായി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഖുർആനിന്റെ ആദ്യത്തെ പരാമർശം നമ്മുടെ വീടുകൾക്ക് അനാവശ്യമായി കുറെ തൂണുകൾ ഡിസൈനർമാരും ആർക്കിടെക്റ്റുമാരും ഓരോന്ന് പറയുമ്പോ, അല്ലെങ്കിൽ ക്ലൈന്റുകൾ പറയുമ്പോ അവരതിന് വശംവദരാകേണ്ടി വരുമ്പോ അതനുസരിച്ച് നിങ്ങളുടെ പൈസ വെറുതെ പാടിക്കളയരുത്. നിങ്ങൾ വീട് വെക്കുമ്പോ ആ വീടിന് ആവശ്യമായ തൂണുകളല്ലാതെ അനാവശ്യമായ തൂണുകൾ വെച്ചിട്ട് പൈസകൾ വെറുതെ കളയുന്നത് അത്രയേറെ ഹിതകരമല്ല. അങ്ങനെ ഒരു ജനതയെ അള്ളാഹു നൽകിയിരിക്കുന്ന സമ്പത്തിനെ അനാവശ്യമായി ചെലവഴിച്ചൊരു ജനതയെ അള്ളാഹു തകർത്ത് കളഞ്ഞെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ആദ് ഗോത്രക്കാർ ഇറമദാത്തിൽ ഐമാദ്, അവര് തൂണുകളുടെ ആളുകളായിരുന്നു. ഇന്ന് നമ്മൾ പ്ലാൻ വെക്കുമ്പോൾ എത്ര തൂണുകൾ ആവശ്യമുള്ളത് പോട്ടെ, പില്ലറുകളൊക്കെ വേണം, അതിന് അടിത്തറ വേണം, ബലക്ഷ ഉണ്ടാവരുത്. പക്ഷെ അനാവശ്യമായി ഇന്ന് നമ്മുടെ വീടുകളൊക്കെ പഴയ സ്റ്റൈലുകൾ മാറി, ഒന്നുകിൽ കണ്ടംപററിയായി അല്ലെങ്കിൽ ഊട്ടി വീടുകളായി. ശരി, അത്യാവശ്യത്തിന് സൗകര്യമുള്ള ഒരു വീടുകളൊക്കെ വേണം, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് അനാവശ്യമായി കുറെ തൂണുകൾ, അതെവിടെയാ വീടിന്റെ മേക്കൂരയിലാ പോയി തൊട്ട് വെക്കുക. സൺഷെയ്ഡിന് മാത്രം തൂണുകൾ വെക്കുന്ന ആളുകളുണ്ട്. അതൊരു ബലത്തിന് താങ്ങിന് വേണ്ടി കൊടുക്കുന്നതല്ല. താങ്ങിന് വേണ്ടി കൊടുക്കുന്ന പ്രശ്നമില്ല. അനാവശ്യമായി അള്ളാഹു നൽകിയ നാം അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിനെ വെറുതെ ഇങ്ങനെ തൂണുകളിൽ കുടിച്ചിടാൻ പാടില്ല. അങ്ങനെ ജനതയെ ഞാൻ തകർത്ത് കളഞ്ഞെന്ന് വിശുദ്ധ ഖുർആൻ. ഇതാണ് ഖുർആൻ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. വീട് വെക്കുന്നതിനെ കുറിച്ച് പോലും നമ്മൾ ആദ്യം തന്നെ, അതുകൊണ്ട് ഇനി ആരും പൊളിച്ചു കളയാൻ നോക്കണ്ട. ഇനി വെക്കുമ്പോ ഈ അനാവശ്യമായി ആർക്കിടെക്റ്റുമാര് ചിലർ പറയും, ചില ക്ലൈന്റുകൾ പറയും ആർക്കിടെക്ട് പറയുന്ന ആവശ്യമില്ല, എന്നാലും അവിടെ ഒരു തൂണ് വേണം. പിന്നെ ഈ പെണ്ണുങ്ങളും പറയും, പണ്ട് ആണുങ്ങളാണ് വീടുകൾ ഉണ്ടാക്കിയിരുന്നത്, ഇന്ന് വീടുകളുടെ പുറകിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം പെണ്ണിൻ്റെതാണ്. അവള് നാടിന്റെ നാനാഭാഗത്ത് ഇങ്ങനെ നോക്കി നടന്ന് കാണണെല്ലാം കൊണ്ടുവന്ന് ഭർത്താവിനെ കൊണ്ട് പറയിപ്പിച്ച് സാധനം എടുക്കാൻ വേണ്ടി പോകുമ്പോഴും പെണ്ണു കൂടെ വരും, അവരും കൂടെ വരും. ഓരോരുത്തരെയും അഭിപ്രായം ഇങ്ങനെ പറഞ്ഞ് അവസാനം ഒരു 25 ലക്ഷത്തിൽ തുടങ്ങിയ വീട് അവസാനം തീരുമ്പോൾ ഒരു 75 ലക്ഷമായിട്ടുണ്ടാവും. എന്നാൽ അതിന്റെ സൗകര്യം വല്ലതും ഉണ്ടോ? ഇല്ലതാനും. എന്നാൽ പൈസ പോയത് എവിടെയാ? ഈ ഒടുക്കത്തെ തൂണ് വെച്ചിട്ടാണ് താൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിമർശനമല്ല, നമ്മൾ ഈ കാര്യം വളരെയേറെ ശ്രദ്ധിക്കണം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകട്ടെ. എന്താ ആമീൻ പറയാത്ത? നിങ്ങൾക്ക് പറഞ്ഞ ഇഷ്ടമല്ലേ ഉസ്താദ്? ഇതൊന്നും പറയണ്ട, വേറെ വല്ല ആയത്തുണ്ടെങ്കിൽ അതാണ്. ഞാൻ ഈ വിഷയം കൊടുക്കാതെ തന്നെ അതുകൊണ്ടാണ്. ഖുർആൻ എന്ത് പറയുന്നു ആ പറയുന്നതിനെ നമുക്ക് ലോകത്തിന് മുമ്പിൽ പറയേണ്ടതുണ്ട്. ഖുർആൻ സാർവജനീനമാണ്, ഖുർആൻ സാർവലൗകികമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ വെറുതെ തൂണുകൾ വെച്ചിട്ട് കാര്യമില്ല. ഒരു വീട് എന്ന് പറഞ്ഞാൽ ആ വീടിനൊരു യഥാർത്ഥ തൂണുകൾ വെക്കുന്നത് ബലം കിട്ടാനാണല്ലോ. ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബലമുള്ള തൂണേതാ? ഏതൂണ ഒന്ന് പറയും മനുഷ്യന്മാരെ. ഒരാൾക്കൊരു വീടുണ്ട്, ആ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബലവത്തായ തൂണേതാ? ഭാര്യ. ഒരാളുടെ വീടിന്റെ കുറെ തൂണുകൾ ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു വീടിന്റെ യഥാർത്ഥ ബലപ്പെടുത്തേണ്ട ഒരു തൂണുണ്ട്. ആ തൂണിനെ നമ്മളൊട്ട് ബലപ്പെടുത്താറുമില്ല. കാരണം ആ ബലപ്പെടുത്തേണ്ട തൂണിനെ ബലപ്പെടുത്താൻ നമ്മളൊട്ട് ശ്രദ്ധിക്കാറുമില്ല. ഏറ്റവും ബലപ്പെടുത്തേണ്ട തൂൺ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറയ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം തഖ്വയാണ്.
അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാൻ അവന്റെ ജീവിതത്തിൽ ഭാഗ്യമുണ്ടാവുക എന്നതാണ്. ഒരു ഹറാമിലേക്കും പോകാതെ, ഒരു പിശാദിന്റെ വടിയിലേക്ക് പോകാതെ, ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രലോഭനമുണ്ടായാലും, ഏത് പ്രതിസന്ധി വന്നാലും പിശാദിന്റെ വടിയിലൂടെ നടന്നു പോകാതെ ഏകനായ അള്ളാഹുവിനെ വഴിപ്പെട്ടു ജീവിക്കാൻ ഹൃദയത്തിൽ തഖ്വയുണ്ടാവുക. അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം അവന്റെ ഹൃദയത്തിൽ തഖ്വയുണ്ടാവുകയാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാ, അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം തഖ്വയാണെന്നിരിക്കെ, തഖ്വ കഴിഞ്ഞാൽ അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന ലോകത്തിലെ രണ്ടാമത്തെ സൗഭാഗ്യം അൽമറത്തു സാലിഹാ, അൽമറത്തു സാലിഹാ, അവന്റെ സാലിഹത്തായ ഭാര്യയാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. യഥാർത്ഥത്തിൽ വീടുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പരാമർശത്തിലേക്ക് കടക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഒരു മനുഷ്യന് തഖ്വ കഴിഞ്ഞാൽ അള്ളാഹു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം ഒരു പ്രിയപ്പെട്ട ഭാര്യയാ. ഏത് ഭാര്യ എന്നറിയോ? ഭർത്താവിന്റെ അഭാവത്തിൽ തന്റെ പ്രിയപ്പെട്ട മക്കളെ വളർത്തിയെടുക്കുന്ന, ഭർത്താവിന്റെ ശരീരത്തെ സംരക്ഷിക്കുന്ന, തന്റെ വീടിന് കാവലായി നിൽക്കുന്ന, തന്റെ പാവപ്പെട്ട ഭർത്താവ് കട്ടപ്പെട്ടുണ്ടാക്കിയ വീടിന്റെ ഉള്ളിലേക്ക് പിശാചുക്കളുടെ വാതിലുകൾ തുറന്നു കൊടുക്കാട് ഏത് സമയത്തും ജാഗരൂകയായി കാവൽ നിൽക്കുന്ന, തന്റെ പെൺമക്കളെ ദീനീബോധത്തോളം വളർത്തിയെടുക്കാൻ കഴിയുന്ന, തന്റെ ആ മക്കൾക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ വഴി പറഞ്ഞു കൊടുക്കുന്ന, ആരാരുമില്ലാത്ത മക്കയുടെ മരുഭൂമിയിൽ ഇസ്മായിൽ എന്ന ആൺചെറുക്കനെ വളർത്തിയെടുത്ത് ഹാദറെ പോലെ പ്രിയപ്പെട്ട ഭർത്താവ് നിതാന്തമായ പ്രതിസന്ധികളുടെ വഴികളിലൂടെ നടക്കുമ്പോ ഫാത്തിമ എന്ന പൊന്നുമോളെ രൂപാന്തരപ്പെടുത്തിയെടുത്ത ഖദീജ റളിയല്ലാഹു തആലയെ പോലെ തന്റെ പ്രിയപ്പെട്ട മക്കള്, പ്രിയപ്പെട്ട ഉപ്പയുടെയും ഉമ്മയുടെയും ജീവിതത്തിന്റെ പാഠം കണ്ടുപിടിച്ച് അള്ളാഹു തനിക്ക് നൽകിയ ഭർത്താവിന്റെ ഇല്ലായ്മകളോട് പൊരുത്തപ്പെട്ട് അള്ളാഹു നൽകിയ ആൺമക്കളെ ലോകത്തിന്റെ വീരകേസരികളാക്കി മാറ്റിയ തന്റെ പ്രിയപ്പെട്ട ആൺമക്കളെ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവാക്കി മാറ്റിയ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാനെ ലോകത്തിന് സമർപ്പിച്ചു കൊടുത്ത ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ പോലെ, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ വീടിനെ കാവൽ നിൽക്കുന്ന, അതിന്റെ ഉള്ളിലേക്ക് ജീവിതത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതൊന്നും കടന്നു വരാൻ ഒരു പഴുതുപോലും തുറന്നു കൊടുക്കാത്തൊരു ഭാര്യയാണ് നിന്റെ വീടിന്റെ പ്രധാനപ്പെട്ട ബലമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഓരോ പീഡനത്തിന്റെ കഥ കേൾക്കുമ്പോ പെൺമക്കളെ വളർത്തിക്കൊണ്ടു പോകാൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് കടിയാട് വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, അള്ളാഹുവിന്റെ ഖുർആൻ നിന്നോട് പറഞ്ഞു തന്നതേതെന്നറിയോ? ഏത് സമയത്തും നിന്റെ വീടിന്റെ ഉള്ളിൽ പിശാചിന്റെ വടികളല്ല, അള്ളാഹുവിന്റെ മലായികത്തുകൾക്ക് നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരാൻ കഴിയുന്ന സുഹൃതത്തിന്റെ വടികൾ തുറക്കാ, സുഹൃതത്തിന്റെ വടികൾ തുറന്നു കൊടുക്കാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ വീടുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയട്ടെയോ? ആ വീടിനെ നമ്മൾ പരിപാലിക്കാറുണ്ട്, അതിലൊരു വല പിടിച്ചാൽ നമ്മൾ വൃത്തിയാക്കാറുണ്ട്. ആ വീടിന്റെ ടൈലിൽ എന്തെങ്കിലും അഴുക്ക് വന്നാൽ നമ്മുടെ ഏതെങ്കിലും ഒരു രാസപദാർത്ഥം ഉപയോഗിച്ചിട്ട് അതിന്റെ കറ കളയാറുണ്ട്. എന്റെ പെങ്ങളെ, അള്ളാഹു നിനക്ക് നൽകിയ വീട് വെറുതെ അടിച്ചു വൃത്തിയാക്കി സൂക്ഷിക്കാനല്ല, ആ വീടിനെ നീ സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്നറിയോ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നൊരു ഹദീസ് പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ ലാ തജ്അലൂ ബുയൂതകും മഖാബിറാ, ലാ തജ്അലൂ ബുയൂതകും മഖാബിറാ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മക്ബറകളാക്കി മാറ്റരുതേ. ഓരോരുത്തരും വളരെ വ്യവസ്ഥാപിതമായി മനസ്സിലാക്കിക്കൊള്ളുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, ലാ തജ്അലൂ ബുയൂതകും മഖാബിറാ, വീടുകളെ
നിങ്ങൾ മക്ബറകൾ പോലെയാക്കരുത്. ശ്മശാനത്തെ പോലെ നിങ്ങളുടെ വീടുകളായി മാറരുത്. നമ്മൾ ശ്മശാനത്തിൽ പോയാൽ എപ്പോഴും നിശബ്ദതയാണ്. അവിടെ ആരും മിണ്ടാറില്ല, അവിടെ ആരും സംസാരിക്കാറില്ല. മണ്ണിന്റെ അടിയിലും മൃതദേഹങ്ങൾ കുടിച്ചിടപ്പെട്ടതുപോലെ ശ്മശാനങ്ങൾ നിശബ്ദമായി കിടക്കുന്നത് പോലെ നിങ്ങളുടെ വീടുകൾ നിശബ്ദമാവരുത്. ഒരു സമയത്തും നിങ്ങളുടെ വീട്ടിൽ നിശബ്ദമാവാൻ പാടില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാ, ഫഇന്ന ശൈത്താന യുൻഫിറു ഫഇന്ന ശൈത്താന യുൻഫിറു, പിശാച് വരണ്ടോടും ഫീ ബൈത്തിൻ യുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. ഏത് വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്നുവോ ആദ്യമായി ഞാൻ വീടുമായി ബന്ധപ്പെട്ട ചില പരിപാലനങ്ങളിലേക്ക് കടക്കുകയാ. ഏത് വീട്ടിലാണോ ഒരു ദിവസം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുക, ആ സൂറത്തുൽ ബഖറ വീട്ടിൽ പാരായണം ചെയ്താൽ ആ വീട്ടിൽ നിന്ന് പിശാച് ഓടി ഒളിക്കുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അച്ഛന് മകളോട് അരുതായ്മ തോന്നിക്കുന്നത്, വാപ്പാക്ക് പെങ്ങളോട് തോന്നിപ്പിക്കുന്നത്, മകന് ഉമ്മയോട് തോന്നിപ്പിക്കുന്നത്, ഇതിന്റെ എല്ലാം ഉള്ളിൽ പിശാചാണ് വസ്വാസ് ഉണ്ടാക്കുക. ഉമ്മയോട് കാമം തോന്നാണ്, വാപ്പക്ക് മകളോട് അരുതായ്മ തോന്നാണ്, അത് പിശാചിന്റെ ദുർബോധനമാണ്. അതുകൊണ്ട് നിന്റെ വീടിന്റെ ഉള്ളിൽ ലാ തജലൂ ബുയൂതകും മഖാബിറ, നമ്മുടെ വീടുകളിലെ ശ്മശാനം പോലെ നിശബ്ദമാകരുത്. പിന്നെ ആ വീട്ടിൽ എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ ഖുർആൻ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ വീട്ടിൽ നടക്കേണ്ടത് കല്യാണത്തിന്റെ അരങ്ങ് മാത്രമല്ല, ആ വീട്ടിൽ നടക്കേണ്ടത് ആളുകളുടെ വട്ടമേശ സമ്മേളനമല്ല. ഒരു വീട്ടിൽ എപ്പോഴും നടക്കേണ്ടത് അയൽപക്കത്ത് പെണ്ണുങ്ങളുമായി കൂടിയിരുന്ന കഥ പറയലല്ല. പിന്നെയോ ഖുർആൻ വീടിനെ കുറിച്ചുള്ള സംസ്കാരം പഠിപ്പിച്ചു തരികയാ. പെണ്ണേ, ഇവിടെ അല്ലാഹുവിന്റെ ഖുർആൻ സംബോധന ചെയ്യുന്ന ആണുങ്ങളോടല്ല, പെണ്ണുങ്ങളോടാണ് സംബോധന ചെയ്യുന്നത്. വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ. ഓ പെണ്ണേ, വദ്കുർന, നിന്റെ വീടിന്റെ ഉള്ളിൽ എപ്പോഴും പാരായണം ചെയ്യണം. മാ യുത്ലാ ഫീ ബുയൂതികുന്ന, നിന്റെ വീടിന്റെ ഉള്ളിൽ എപ്പോഴും നീ പാരായണം ചെയ്യണേ. മിൻ ആയാതില്ലാഹി വൽ ഹിക്മ, അല്ലാഹുവിന്റെ ആയത്തുകളെ, അല്ലാഹുവിന്റെ ആയത്തുകളെ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകളെ, ഹബീബായ നബി തങ്ങളുടെ ഹദീസിന്റെ വർത്തമാനങ്ങള് നിന്റെ വീട്ടിൽ നീ പാരായണം ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സാധാരണ ഉസ്താദന്മാര് വാള് പറയാറുണ്ട്, മഗ്രിബ് കഴിഞ്ഞാൽ യാസീൻ, സുബൈ കഴിഞ്ഞാൽ വാക്യ ഓതണം. എന്താ ഇത്? വെറുതെ പറയുന്നതല്ല, അല്ലാഹു നമ്മളോട് പറഞ്ഞനാണ്. പെണ്ണിനോട് പറയാൻ കാരണം എന്താ? ആണുങ്ങൾ എപ്പോഴും വീട്ടിലുണ്ടാകണമെന്നില്ല. അവൻ ഇറങ്ങിപ്പോയാലേ അടുപ്പിൽ തീ പുകയുകയുള്ളൂ. വീടെന്നത് പെണ്ണേ നിന്റെ സംരക്ഷണയിലാണ്. അതുകൊണ്ട് ഏത് സമയത്തും വീട്ടിൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണേ. ആ ഖുർആന്റെ പാരായണം നിന്റെ വീടിന്റെ ഉള്ളിലുണ്ടായാൽ അവിടെ പിന്നെ പിശാചുക്കൾ ഉണ്ടാവുകയില്ല. അവിടെ എപ്പോഴും അല്ലാഹുവിന്റെ മലക്കുകളുടെ സംസ്കാര കേന്ദ്രമായി നിന്റെ വീട് മാറുമ്പോളെ. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിൽ ഒരു പ്രിയപ്പെട്ട സഹാബി തന്റെ വീട്ടിലിരുന്നിട്ട് ഖുർആൻ ഓതവേ, അദ്ദേഹത്തിന്റെ വീടിന്റെ വെളിയിൽ കുതിരയെ കെട്ടിയിട്ടിട്ടുണ്ട്. അദ്ദേഹം ഖുർആൻ ഓതുമ്പോ കുതിര കടന്നിട്ട് വല്ലാതെ വെപ്രാളത്തോടെ ചാടാൻ തുടങ്ങി. ആയത്തോതുന്നതിനനുസരിച്ച് കുതിരയ്ക്ക് വെപ്രാളമാണ്. അത് അവിടെ കിടന്ന് കടിഞ്ഞാൻ പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ്. കുതിര തന്റെ ലായത്തിൽ കിടന്ന് വെപ്രാളം കാണിക്കവേ ആ സഹാബി പെട്ടെന്ന് ഖുർആൻ ഓതുന്നത് നിർത്തി. അപ്പോ കുതിര ശാന്തമായി. അദ്ദേഹം വെളിയിൽ നോക്കുമ്പോ കുതിര പിന്നെ ശാന്തമായി നിൽക്കുക. വീണ്ടും വീട്ടിലേക്ക് കയറി ഖുർആൻ ഓതാൻ തുടങ്ങവേ ലായത്തിലെ കിടന്ന കുതിര വീണ്ടും ചാഞ്ചാടിയിട്ട് ക്ഷോഭം കാണിക്കുകയാ. ആ കുതിര വല്ലാതെ ലായത്തിൽ കിടന്ന് പേടിച്ച് ചാടുന്നത് കണ്ടപ്പോ ആ സഹാബി ഖുർആൻ പാരായണം ചെയ്യുന്നത് നിർത്തിക്കളഞ്ഞു. അവസാനം പള്ളിയിൽ സുബഹിന്റെ ബാങ്ക് മുടങ്ങിയപ്പോ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഈ സഹാബി നേരെ ഇലാ ഹളറത്ത് റസൂലില്ലാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തെത്തിയിട്ട് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, ഞാൻ ഇങ്ങനെ ഖുർആൻ ഓതിയപ്പോ, ഇന്നലെ പാതിരാ സമയത്ത് എന്റെ വീട്ടിൽ ഞാൻ ഖുർആൻ ഓതിയപ്പോ എന്റെ കുതിര കിടന്ന് ചാഞ്ചാടി നബിയേ. ഞാൻ ഓതുന്നത് നിർത്തിയപ്പോ കുതിര ശാന്തമായി. വീണ്ടും ഓതിയപ്പോ കുതിര കിടന്ന് ചാടാൻ തുടങ്ങി. പിന്നെ ഞാൻ ഖുർആൻ ഓതൽ നിർത്തി നബിയേ. എന്താണ് കാരണമെന്നറിയില്ലെന്ന് പറയുമ്പോ തന്റെ മുമ്പിൽ വന്നിട്ട് അവലാതി പറയുന്ന സഹാബിയോട് പുഞ്ചിരിയുടെ പൂന്തേൻ മഴ പൊടിച്ച് മുത്ത് റസൂല് മറുപടി പറഞ്ഞു, സഹാബി, നീ ഖുർആൻ ഓതിയപ്പോ ആകാശലോകത്ത് നിന്ന് ആയിരക്കണക്കിന് മലക്കുകള് പാതിരാ സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ വീട്ടിലിരുന്ന് ഖുർആൻ ഓതുന്ന നിന്റെ വീട് സന്ദർശിക്കാൻ ആകാശലോകത്ത് നിന്ന് ആയിരക്കണക്കിന് മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് വന്നു. ആ മലക്കുകൾ ഇറങ്ങുന്നത് കണ്ടപ്പോ പേടിച്ചു വിറച്ചിട്ട് കുതിര കിടന്ന് വെപ്രാളം ഉണ്ടാക്കിയതാണ്. നീ ഖുർആൻ ഓതുന്നത് നിർത്തിയപ്പോ മലക്കുകൾ തിരിച്ചുപോയി. വീണ്ടും നീ ഓതാൻ തുടങ്ങിയപ്പോ മലക്കുകൾ ഇറങ്ങി വന്നു. അപ്പൊ കുതിര വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, പത്ര സഹാബി, നീ ഖുർആൻ ഓതുന്നത് കാണാൻ ആകാശലോകത്ത് നിന്ന് ആയിരക്കണക്കിന് മലക്കുകൾ വന്നുവല്ലോ. സുബഹി നിസ്കാരം വരെ, സുബഹി വരെ നീ ആ ഖുർആൻ ഓതുന്നത് നിർത്താതിരുന്നുവെങ്കിൽ ഇന്ന് സുബഹിയുടെ ബാങ്ക് വിളിക്കുമ്പോ ഈ മദീന മുഴുവനും ലക്ഷക്കണക്കിന് മലക്കുകളെ കൊണ്ട് നിറയുമായിരുന്നല്ലോ സഹാബി. എന്തിനാണ് ആ ഖുർആൻ പാരായണം നിർത്തിക്കളഞ്ഞത്? നീ ഓതിയിരുന്നെങ്കിൽ ഇന്ന് സുബഹിയിൽ മദീന മുഴുവനും മലക്കുകളുടെ പ്രവാഹമാകുമായിരുന്നുണ്ട്. മുഖ്ബിറേ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആത്മാർത്ഥമായിട്ടൊന്ന് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ വീടുകൾ പിശാചിന്റെ സന്ദർശന കേന്ദ്രമോ അതല്ല മലക്കുകളുടെ സന്ദർശന കേന്ദ്രമോ? പാതിരാവിന്റെ നിശബ്ദതയിൽ പോലും പിശാചുക്കളെ വിളിച്ചു വരുത്തുന്ന MTV ഫാഷൻ TV ഓൺ ചെയ്തിട്ട് നമ്മുടെ മക്കളോടൊത്ത് കാണിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ആരോടാണ് പറയേണ്ടത്? ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പിതാവുണ്ടായത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിക്കടുത്ത മിനിങ്ങാന്ന് നിങ്ങൾ വാർത്ത വായിച്ചുവല്ലോ. 12 വയസ്സുകാരൻ പിതാവായി മാറി. പ്രസവിച്ചവളോ 14 വയസ്സുകാരി. എവിടെയാണ് നടന്നത്? യൂറോപ്പിലല്ല, ആഫ്രിക്കയിലല്ല, നിങ്ങളുടെ വെളിപ്പാടകലയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ആരാണ് 12 വയസ്സ് മാത്രമുള്ള കൗമാരത്വത്തിന്റെ ബാലാരിത്തതകൾ പിന്നിട്ടിട്ടാത്ത കുട്ടിയുടെ മനസ്സിൽ ആരാണ് ലൈംഗികതയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തത്? 14 വയസ്സുകാരി എങ്ങനെയാണ് വഴിപഠിപ്പിച്ചു പോയത്? എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, നമ്മുടെ മക്കൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന സിനിമ, നമ്മൾ കാണിച്ചു കൊടുക്കുന്ന സിനിമകൾ, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപനങ്ങൾ നമ്മുടെ കുട്ടികൾ എന്നത് കാണുന്നതേറാ. ബാങ്ക് കൊള്ളയെടുക്കാൻ പഠിപ്പിക്കുന്നത് സിനിമ. മിനിങ്ങാന്ന് പ്രേമാഭ്യർത്ഥന നിരസിച്ച പെൺകുട്ടിയെ വീടിന്റെ ഉള്ളിൽ കയറിയിട്ട് തട്ടിക്കൊണ്ടുപോയി മാനഭംഗം ചെയ്തു. കൊല്ലം ജില്ലയിൽ ആരാ മാനഭംഗം ചെയ്തത്? ആരാ മാനഭംഗം ചെയ്തത്? കുറ്റവാളികൾ കൂടുകയാണ്. ഞാൻ വ്യക്തമായി നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, കുറ്റവാളികൾ കൂടുകയാണ്. ഡൽഹിയിൽ നട്ടുച്ച നേരത്ത് നടന്നു പോയ പെണ്ണിനെ കടന്നു പിടിച്ചു മാനഭംഗം ചെയ്തത് കുറ്റവാളിയാണെന്നാണ് കോടതി വിലയിരുത്തിയത്. ആരാണ് ഈ കുട്ടികളുടെ മനസ്സിൽ ഈ ലൈംഗികത പഠിപ്പിച്ചു കൊടുത്തതാരാ? ആണും പെണ്ണും ചുറ്റിത്തിരിയുന്ന ശരീരത്തിന്റെ സ്പർശനങ്ങൾ ഉമ്മയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് നമ്മളെ മതമായതുപോലെ തന്നെ ബാങ്ക് കൊള്ളയെടുക്കാൻ പഠിപ്പിച്ചത് സിനിമ, കൂട്ടുകാരനെ കുത്താൻ പഠിപ്പിച്ചത് സിനിമ. എല്ലാ അശ്ലീലതകളും നമ്മുടെ മക്കൾ കാണുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, പെണ്ണേ വദ്കുർനമായുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മാ. നിങ്ങളുടെ വീടുകളിൽ ഏത് സമയത്തും ഖുർആൻ പാരായണം ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോ ഒന്നു എടുത്തിട്ടൊരു ഉമ്മ മുസല്ല വിരിച്ചാല് 4 വയസ്സുള്ള പൊന്നുമോള് നിന്നെ മുസല്ലയുടെ അറ്റത്ത് നിൽക്കുന്നുണ്ടാവും. ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാരാ? പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ബാങ്ക് വിളിക്കുമെന്ന് ഈ പള്ളിയിലേക്ക് പോയാൽ 6-7 വയസ്സുള്ള പൊന്നുമക്കൾ നിന്റെ വിരൽത്തുമ്പിൽ പിടിച്ച് ആ കുട്ടി പള്ളിയിലേക്ക് വന്നിട്ട് അവന്റെ ജീവിതത്തിൽ ഈമാനിന്റെ ആദ്യത്തെ പാഠം പഠിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് പൊന്നുമോനെ, അല്ലാഹുവിനെ
കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ വീടുകളിലുള്ളിൽ പരീക്ഷണശാലകൾ തുറക്കണമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലൂടെ 13 വയസ്സുകാരനായ മുആദ് കടന്നു പോവുകയാണ്. ആ സമയത്ത് 13 വയസ്സുകാരൻ മുആദിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മുആദേ വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ എനിക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടമാണ് മുആദേ. 13 വയസ്സുകാരനോട് മുത്ത് റസൂല് പറഞ്ഞു, മുആദേ എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാണ് മുആദേ. അത് കേട്ട മുആദ് റളിയല്ലാഹു അൻഹു 13 വയസ്സ് പ്രായമാണ്. ആ മുആദ് പറഞ്ഞു, നബിയേ ഓ വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, എനിക്ക് അങ്ങയോടും വലിയ ഇഷ്ടമാണ് നബിയേ. 13 വയസ്സുകാരനോട് മദീനയിൽ വെച്ച് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദേ എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാണ്. എത്ര വയസ്സുണ്ട്? നിങ്ങളിരുന്ന് ഉറങ്ങുകയാണ്. നിങ്ങൾ ഉറങ്ങിയാൽ ഞാൻ എൻ്റെ വാല് നിർത്തും. നിങ്ങൾ ഉറങ്ങുകയാണോ? ഉറങ്ങാത്തവരൊക്കെ ഒന്ന് കൈപൊക്കി നോക്കട്ടെ. അപ്പൊ ആരും ഉറങ്ങിയിട്ടില്ല, താത്തിയിട്ട്. അപ്പൊ മുആദ് പറഞ്ഞു, നബിയെ ചൂട് പടച്ചോനെ, അകത്തും ചൂടാണ് പുറത്തും ചൂടാണ്. മക്കളെ ഇനി എവിടെ കൊണ്ടുപോയിട്ട് വളർത്തുന്നറിയില്ല. പൂപ്പാനെ ഏൽപ്പിച്ചിട്ട് എല്ലാം ഞാൻ പറയുക, നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതം പെടയാണ്. എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പൊ ഇനി ഒരൊറ്റ വിഷയം, നമ്മുടെ വീടിന്റെ ഉൾത്തളങ്ങൾ നന്നാവുക എന്നത് മാത്രമേ ഉള്ളൂ, വേറൊരു പോംവഴിയില്ല. നമ്മുടെ വീടിനെ ഖുർആൻ പറയുന്ന അവസ്ഥയിലേക്ക് പരിവർത്തിപ്പിക്കുക. നമുക്കുള്ള മക്കളുടെ ആദ്യത്തെ മദ്രസ വീടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് അങ്ങയോട് അതിലും ഇഷ്ടമാണ് നബിയേ. ഓ, ഇത് കേട്ടപ്പോ 13 വയസ്സുകാരനായ മുആദ് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. എന്താ മറുപടി? നബിയെ അങ്ങക്ക് എന്നോട് ഇഷ്ടമാണ്, എനിക്ക് അങ്ങയോട് ഇഷ്ടമാണ്. എന്റെ അള്ളാഹ്ക്ക് എന്നോട് ഇഷ്ടം തോന്നാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം? മുത്ത് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കൾ ആരെങ്കിലും ചോദിക്കുക, നബിയെ അങ്ങക്ക് എന്നോട് ഇഷ്ടമാണല്ലോ, എനിക്ക് സന്തോഷമായി, ഇനി എന്റെ റബ്ബിന് എന്നോട് ഇഷ്ടം തോന്നണം, ഞാൻ അതിനെന്താണ് ചെയ്യേണ്ടത്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി, ഉറക്കപ്പറ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, മുആദേ ഏകനായ അല്ലാഹുവിനെ നിന്നോട് ഇഷ്ടം തോന്നണമെങ്കിൽ ഞാൻ നിനക്കൊരു ദുആ പഠിപ്പിച്ചു തരാം. 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം നീ ആ ദുആ പതിവായി പറയണേ. ഏതാ ദുആ? ഏതാ? 13 വയസ്സുള്ള കൗമാരത്തിന്റെ പ്രായത്തിലൂടെ നടന്നു പോകുന്ന, 13 വയസ്സെന്ന് പറഞ്ഞാൽ ടീനേജ് തുടങ്ങുന്ന പ്രായമാണ്. 12 കഴിഞ്ഞാൽ 13 തുടങ്ങുന്ന ടീനേജ് തുടങ്ങുക. ആ സമയത്താണ് മക്കൾ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ളത്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് കൃത്യമായൊരു ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ മക്കൾ 13-ലെത്തിയാൽ ഈ ദുആ മറക്കാതെ പഠിപ്പിച്ചു കൊടുക്കണേ. യാ റസൂലല്ലാഹ്, മുആദേ പറയണേ, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക വ തൗഫീഖ തഅതിക വ ഈമാനിക യാ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക, എപ്പോഴും അല്ലാഹുവേ നിന്റെ സ്മരണയ്ക്ക് വേണ്ടി എന്നെ നീ സഹായിക്കണേ അല്ലാഹ്. ഏത് സമയത്തും എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നെ കുറിച്ചുള്ള ദിക്റുണ്ടാവാ നീ എന്നെ സഹായിക്കണേ അല്ലാഹ്. വ തൗഫീഖ തഅതിക, ഏത് സമയത്തും നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ നീ എനിക്ക് സൗഭാഗ്യം നൽകണേ അല്ലാഹ്. വ ഈമാനിക യാ അല്ലാഹ്, മരണം വരെ നിന്നോടുള്ള ഈമാൻ എന്റെ മനസ്സിൽ പിടിച്ചു നിർത്താൻ
ഈ ഒരു ദുആ വെച്ചിട്ട് എന്നെ മാതാപിതാക്കളോട് ഞാൻ സംസാരിക്കട്ടെ. 13 വയസ്സെന്ന് പറയുന്ന വഴിതെറ്റാൻ തുടങ്ങുന്ന പ്രായത്തിൽ ഈ ദുആ പഠിപ്പിച്ചു കൊടുത്ത, ഏത് സമയത്തും പടച്ചറപ്പിനെ കുറിച്ചുള്ള ഈമാൻ ഹൃദയത്തിൽ ഉറപ്പിച്ചു വെക്കുന്ന, അള്ളാഹുവിന്റെ ഇബാദത്തിലേക്ക് മാറിപ്പോകുന്ന ഒരു മകനെ സൃഷ്ടിക്കാൻ പഠിപ്പിച്ചു കൊടുത്തടേടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് 13ാമത്തെ വയസ്സിൽ അള്ളാന്റെ റസൂലിനോട് സ്നേഹമുള്ള, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴി തേടുന്ന ഒരു മോനെ അള്ളാഹു സഹാബത്തിന്റെ വീടുകളിൽ ഉൽപ്പാദിപ്പിച്ചത് എങ്ങനെയാ? അത് സഹാബത്തിന്റെ വീടുകൾ എങ്ങനെയായിരുന്നു? പ്രിയപ്പെട്ട സഹോദരിമാരോട്, നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ പലതുമൊക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. നമ്മുടെ ഷോക്കേസുകളിൽ എന്തൊക്കെ നമുക്ക് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടോ അത് ഞാനടക്കം നമ്മുടെ ഷോക്കേസുകളിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട്. നമ്മുടെ വിലപ്പെട്ട സമ്പത്തുകൾ വീടിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട്. പക്ഷേ നമ്മുടെ വീട് സഹാബത്തിന്റെ വീടും തമ്മിലുള്ള വ്യത്യാസം ഏതെന്നറിയോ? സഹാബത്തിന്റെ വീട്ടിൽ അവര് സൂക്ഷിച്ചു വെച്ചത് എന്തെന്നറിയോ? ഖുർആൻ വീടിനെ കുറിച്ച് 3ാമത് പറയാ, ഓ വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من حاضر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത് വല്ലദീന തബവ്വഉ الدار والإيمان, അവരുടെ വീടിന്റെ ഉള്ളിൽ അവർ ഈമാനിനെ സൂക്ഷിച്ചു വെച്ചവരാ. അവരുടെ വീടിന്റെ ചുവരുകളിൽ ഈമാനാണ്, അവരുടെ വീടിന്റെ റൂമുകൾക്കുള്ളിൽ ഈമാൻ തളം കെട്ടി നിൽക്കുകയാ. അതുകൊണ്ട് അവരുടെ വീടുകളിലുള്ളിൽ 13 വയസ്സുകാരൻ വഴിതെറ്റിപ്പോയിട്ടില്ല. അവന് കാമത്തിന്റെ ചിന്തകൾ വന്നിട്ടില്ല. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പടച്ചിറപ്പിനോടുള്ള സ്നേഹമാണ്. അന്നത്തെ മക്കളാ വീടിന്റെ ഉള്ളിൽ, ആ മക്കളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ്. മഹാനായ അനസ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഞാൻ കൊച്ചുകുട്ടിയാ, എനിക്ക് ഏതാണ്ട് 12-13 വയസ്സ് പ്രായമാണ്. ഞാൻ എൻ്റെ ഉപ്പാന്റെ കൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പോയപ്പോ, ഇങ്ങനെ ആവണം ഉപ്പമാരെ, നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് മക്കളെ നമ്മൾ പള്ളിയിൽ കൊണ്ടുപോകണം. മസ്ജിദ് നബവിയിൽ ഞാൻ പോയി അന്ന് ഉപ്പാന്റെ കൂടെ പോയി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരുന്ന് പ്രസംഗം തുടങ്ങി. നിസ്കാരം കഴിഞ്ഞപ്പോ ഉപ്പാന്റെ ചാരത്തിനിക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. ഉപ്പ ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ പോയിരുന്നു. കുട്ടിയായത് കൊണ്ട് ഞാൻ മാറിയിരുന്നു. അദ്ദേഹം പറയാ, അനസ് റളിയല്ലാഹു തആല പറയാ, ഞാൻ അവിടെ ഇരുന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ വാള് കേട്ടപ്പോ ഞാൻ നോക്കിയപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറ്റിന്റെ ഭാഗത്ത് പ്രവാചകൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് തിരിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കുപ്പായത്തിന്റെ ഭാഗം മെല്ലെ ഒന്ന് മാറിയപ്പോ ഞാൻ നബി തങ്ങളുടെ വയറ്റിലൊരു കല്ല് കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. ഖന്തക്കിൽ മാത്രമല്ല കല്ല് കെട്ടി വെച്ചത്, വാള് പറയുമ്പോ വിശപ്പ് കാരണത്താൽ കല്ല് കെട്ടി വെച്ചിരിക്കുകയാ. എനിക്കെന്താന്ന് മനസ്സിലായില്ല. എന്തിനാണ് ഒരാൾ വയറ്റില് കല്ല് കെട്ടി വെച്ചിരിക്കുന്നത്? അടുത്ത് നിൽക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് തോണ്ടിയിട്ട് ഞാൻ ചോദിച്ചു, മാമാ എന്താണ് ഹബീബായ നബി തങ്ങളുടെ വയറ്റിൽ ഈ കല്ലെന്ന് ചോദിച്ചപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്നോട് പറഞ്ഞു തന്നു, മോനെ അൽജൂ, അല്ലാഹുവിന്റെ റസൂൽ പട്ടിണിയാണ്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ആ പട്ടിണിയെ മറികടക്കാനാണ് വയറ്റില് കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ അനസ് റളിയല്ലാഹു തആല പറയാ, 13 വയസ്സുകാരന്റെ ഓർമ്മക്കുറിപ്പാണ്. എന്റെ ഹബീബായ നബി തങ്ങളുടെ വയറ് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് എന്റെ വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് എന്റെ ഉമ്മാന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉമ്മാ, ഹബീബായ നബി തങ്ങളുടെ വയറ് പട്ടിണി കൊണ്ട് കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാ. എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മ. അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കാൻ ഒരു കാരക്കെങ്കിലും എന്റെ കയ്യിൽ തരുമോ? ഉമ്മ അനസ് പറയാണ്, എന്റെ ഉമ്മ അടുക്കള മുഴുവനും പരത്. അവസാനം പറഞ്ഞു, മോനെ, 2 കാരക്ക എല്ലാടെ വീട്ടിലിരിക്കുന്നില്ല. അത് നീയും ബാപ്പയും പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് തരാൻ വെച്ചതാണ്. വേണ്ട ഉമ്മ, ആ
കാരക്ക എനിക്ക് വേണ്ട, അള്ളാന്റെ റസൂലിനത് കൊടുക്കണമെന്ന് പറഞ്ഞ് ആ 2 കാരക്കയും പിടിച്ചുകൊണ്ട് ഞാൻ ഓടി ചെന്നിട്ട് ആ 2 കാരക്ക ഹബീബായ നബി തങ്ങളുടെ കയ്യിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഒരു വാല് കേട്ടുകൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ പട്ടിണി കണ്ടിട്ട് വീട്ടിലേക്ക് ഓടിച്ചെന്ന് തന്റെ വിശപ്പടക്കാനുള്ള ഭക്ഷണം എടുത്ത് ഹബീബായ നബി തങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ മാത്രത്തില് 13 വയസ്സുകാരന്റെ ഹൃദയത്തിൽ പരിവർത്തനം കൊടുത്ത സർവകലാശാല എവിടെയാണ്? അത് മറ്റൊടുത്തല്ല. വല്ലദീന തബവ്വഉദ്ദാർ വൽഈമാന, തങ്ങളുടെ വീടുകളിൽ ഈമാനിനെ കരുതലായി സൂക്ഷിച്ചു വെച്ച അസ്ഹാബുൻ നബിയിൽ മുസ്തഫ, അസ്ഹാബുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ.